പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്നും ഏകദേശം 21 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കൊന്നത്തടി എന്നൊരു ഉൾനാടൻ പ്രദേശത്താണ്. ഞാനിവിടെ വരുവാനുണ്ടായ സാഹചര്യം, ഈ കൊന്നത്തടിയിൽ തന്നെ ജനിച്ചു വളർന്ന 71 വയസ്സുകാരിയായ ലീല ജോസ് എന്ന ഒരു ധീര വനിത ഏകദേശം 2 മാസങ്ങൾക്ക് മുൻപ് ദുബായിൽ വെച്ച് 13,000 അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവ് ചെയ്ത്, അതായത് വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടി കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. കേരള ചരിത്രത്തിൽ ഇന്നേ വരെ ഈ 13,000 അടി ഉയരത്തിൽ നിന്നും ഇത്രയും പ്രായമുള്ള ഒരു വനിത താഴേക്ക് ചാടിയ ചരിത്രമില്ല. ഈ ധീര വനിത ദുബായിൽ വെച്ച് സ്കൈ ഡൈവ് ചെയ്ത ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? എന്താ പറയാനുള്ളത്? മലയാളത്തിൽ പ്രായം പ്രശ്നമല്ല, ചാടണ ആഗ്രഹം.
13,000 അടി ഉയരത്തിൽ നിന്നും താഴേക്ക് ചാടി കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ലീല ചേച്ചിയുടെ വീടാണിത്. ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അവർക്ക് അരമനയിൽ നിന്നും പള്ളിയിൽ നിന്നെല്ലാം ഗസ്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ തിരക്കിലാണ്. എങ്കിൽ പോലും 5 മിനിറ്റ് സംസാരിക്കാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരോട് ചോദിച്ചറിയാം. ഇവർ വേഗം പാരച്ചൂട്ട് തിരിച്ച് അങ്ങനെ ആകാശത്ത് നിന്ന് ഓരോ കാഴ്ചകളെല്ലാം എന്നെ കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആകാശത്ത് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിന്ന മകൻ പേടിച്ചു പോയി. ബാക്കി എല്ലാവരും വന്നിട്ട് 10-15 മിനിറ്റായിട്ട് എന്നെ കാണാതെ വന്നപ്പോൾ അവൻ വേഗം പേടിച്ചു പോയി. എല്ലായിടത്തിലേക്ക് ഫോൺ ചെയ്ത് ആകെ ഇതായി. അപ്പോൾ ഒരു 5 മിനിറ്റോടെ കഴിഞ്ഞ് അവൻ ആകെ ഇതായി പോയേനെ. എല്ലാവരും വന്നു, അമ്മച്ചീനെ മാത്രം കണ്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലായിടത്തേക്കും ഫോൺ ചെയ്തു. പിന്നെ നമ്മൾ വന്ന് അപ്പോൾ ഇതിങ്ങനെ എനിക്ക് ഇത്ര പ്രായമുള്ളത് കൊണ്ട് ഒരു പരിഗണന തന്നതാണ് അവരത്. അപ്പോൾ ഞാൻ പാരച്ചൂട്ടയിൽ ഒരു 15 മിനിറ്റ് നിന്ന് കറങ്ങി എല്ലായിടവും കണ്ടു കേട്ടു. അങ്ങനെ ഇങ്ങ് പോന്നു. അത് പാരച്ചൂട്ടയിൽ നിന്ന് അങ്ങനെ പാരച്ചൂട്ടയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് താഴോട്ട് പോകണമെന്നൊന്നും തോന്നില്ല കേട്ടോ. പിന്നെ ആകാശത്ത് നിന്ന് കാഴ്ച കാണുമെന്ന് പറയുമ്പോൾ ഒരു ഇതല്ലേ. അങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറുന്നതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ട് കാണിച്ചു തരും. കയറി പോകുന്നതും ഇറങ്ങുന്നതും എല്ലാം കാണിച്ചു തരും. അപ്പോൾ കയറാൻ നേരത്തെ ഒരു 25 പ്രാവശ്യങ്ങളും ചോദിച്ചു, അമ്മച്ചി ഓക്കെ ആണോ. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ്, എനിക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത്ര പ്രായമുള്ളത് പ്രായം ഇത് പ്രശ്നമില്ല, ഞാൻ ചാടിക്കോളാന്ന് പറഞ്ഞു. അത് ഫ്ലൈറ്റ് കയറാൻ നേരത്തും കൂടെ അവർ ചോദിക്കുന്നുണ്ട്, എന്നോട് ചോദിക്കും. മറ്റു പിള്ളേരോടൊന്നും ചോദിക്കില്ല കേട്ടോ. എന്നോട് ചോദിക്കുമ്പോൾ എനിക്കും ഒരു ചമ്മൽ ഈ പിള്ളേരെ കാണുമ്പോൾ. പിന്നെ ഇവരെപ്പോഴും ഓക്കെ ആണോന്ന് ചോദിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ. പിള്ളേർക്ക് എന്താ പ്രായം ഉണ്ടായിരുന്നു? പിള്ളേർ ഒരു 10-30 വയസ്സ് താഴെയുള്ളൂ. അത് മലയാളികളല്ല. ഭാഷ അറിയത്തില്ലല്ലോ. അവരും എൻ്റെ നേരേക്ക് തിരിഞ്ഞു നോക്കും, ഞാനും അവരുടെ നേരേക്ക് നോക്കും. ആർക്കും ഭാഷ അറിയാൻ മേലാത്തതുകൊണ്ട് സംസാരം ഇല്ലല്ലോ. മറ്റേ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ നടത്തുന്നത് സായിപ്പന്മാരില്ലേ, അവർ ഇംഗ്ലീഷല്ലേ പറയുന്നത്. അവരുടെ ഇംഗ്ലീഷ് നമുക്ക് അത്ര വലിയ മനസ്സിലാവില്ലല്ലോ. ചില വാക്കുകളൊക്കെ മനസ്സിലാവുമ്പോൾ ഞാൻ ഓക്കെ എന്ന് പറയും, അല്ലാതെ അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ എനിക്കറിയത്തില്ല. അപ്പം പിന്നെ ഇതിങ്ങനെ ചാടാൻ നേരത്തെ അവർ ഒരു സിഗ്നൽ തരുന്ന ഒന്ന് മൂളുള്ളൂ. നമ്മൾ ഫ്ലൈറ്റ് കുഞ്ഞു ഫ്ലൈറ്റാണ്, 15 പേർക്കേ ഇരിക്കാവുള്ളൂ. അതിൽ 5 ചാടുന്ന പിള്ളേരും 5 ക്യാമറമാനും 5 ഗൈഡുമാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഇവരെ കൊണ്ടുപോകില്ലേ. അപ്പം നമ്മൾ ചാടി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ക്യാമറമാൻ ചാടുള്ളൂ. ചാടി നമ്മൾ ഈ പാരച്ചൂട്ടയിലേക്ക് വരുമ്പോഴത്തേനും ഈ ക്യാമറമാൻ നമ്മുടെ മുമ്പിൽ വരും. അന്നേരമാണ് അയാൾ ഈ പടമൊക്കെ എടുത്ത് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് അങ്ങനെ വശമില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല. ഞാൻ ഹായ് ഹൂയി എന്നൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കാണിച്ച് ഇങ്ങനെ നിന്നു, അല്ലാതെ നമുക്കറിയത്തില്ല. പിന്നെ താഴെ വരുമ്പോൾ ഇറങ്ങാൻ നേരത്തൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ കാലിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നമ്മുടെ കാല്. അവർ കാല് കുത്തി ഇറങ്ങിയിട്ടേ നമ്മൾ കാല് കുത്താൻ പാടുള്ളൂ. അതൊക്കെ അങ്ങനെ വീഡിയോയ്ക്കൂടെ ഇങ്ങനെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയുള്ളൂ, അല്ലാതെ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് ആകാംക്ഷ കൂടിയുള്ളൂ ഇത് കയറണമെന്ന്. ഇവർ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും ഓക്കെ ആണോ അതിലെ ഓരോ ഫീലിംഗ് കാണുമ്പോഴേ ഓക്കെ ആണെന്ന് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എനിക്കിത് കണ്ടപ്പം കൂടുതലായിട്ട് ചാടണമെന്നല്ല ഒരൊറ്റ ആഗ്രഹം ഒന്ന്. പിന്നെ അവിടെ ചെന്ന് മകനാ ചാടുന്നെന്ന് അവിടെയുള്ള ആൾക്കാർ ഓർത്തോണ്ടിരുന്നത്. സത്യത്തിൽ പാസ്പോർട്ട് കയ്യിലോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി, അവർക്കും ഒരു അത്ഭുതമായി പോയി. ഈ പ്രായത്തിലുള്ള അമ്മച്ചിമാർ ചാടാൻ ചെല്ലുക. 70 വയസ്സ് കഴിഞ്ഞു. ഈ പ്രായത്തിൽ ആദ്യം ചാടാൻ ചെല്ലില്ലോ. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാനങ്ങ് ചാടാനായിട്ട് തയ്യാറായെന്ന് പറഞ്ഞാൽ മക്കൾ വേണമല്ലോ സാമ്പത്തികം മുടക്കാൻ. അവർ സാമ്പത്തികം മുടക്കി. അതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ഏകദേശം 2 രൂപയുടെ അടുക്ക് വരും. 2 ലക്ഷം. വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? വേറെ ആഗ്രഹമുണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാൻ. അപ്പോൾ ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്നും 14 കിലോമീറ്റർ മാത്രമുള്ള കൊന്നത്തടിയിൽ ഇത്രയും മനോധൈര്യമുള്ള ഈ അമ്മച്ചി എൻ്റെ സ്വന്തം നാട്ടിലാണ്, എൻ്റെ അയൽപക്കമാണ്. ഇനി ഈ അമ്മച്ചിയുടെ അടുത്ത ലക്ഷ്യം ഗിന്നസ് ബുക്കിൽ കയറുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമമാണ്, തയ്യാറെടുപ്പിലാണ്. ഈ അമ്മച്ചിക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആൺകുട്ടി ദുബായിൽ എഞ്ചിനീയറും പെൺകുട്ടി ഹോമിയോ ഡോക്ടറുമാണ്. 2 പേരും വിവാഹിതരുമാണ്. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.